നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് പ്രപ്പ് PSCയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് മാറി വന്ന ടെക്സ്റ്റ് ബുക്കുകളിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കാൻ പോവാണ്. 5, 7, 9 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകളാണ് ആദ്യം മാറി വന്നിട്ടുള്ളത്, നമുക്കറിയാം. അപ്പോൾ ഇതിലെ ചാപ്റ്റേഴ്സൊക്കെ നല്ല രസമാണ്. മുമ്പത്തെ ചാപ്റ്റേഴ്സിനേക്കാളും കുറച്ചും കൂടെ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അതുപോലെ കുറച്ചും കൂടെ ഒന്ന് വൃത്തിയിലൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ ആദ്യം 5ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. 6ാമത്തെ ചാപ്റ്ററായ ജനങ്ങൾ ജനങ്ങളാൽ എന്നുള്ള പാഠം നോക്കിയാലോ നമുക്ക്. ഈ ഒരു പാഠത്തിൽ എന്ന് പറഞ്ഞാൽ ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡെമോക്രസിയെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ ആദ്യം ഇങ്ങനെ കുറച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പേപ്പർ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ജനാധിപത്യം ഇവിടെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് ഭരണം ലഭിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഏറ്റവും താഴത്തെ തട്ടിലുള്ള ഒരു ഭരണ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് പഞ്ചായത്ത് എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ആക്സസ് ഉള്ളത് എവിടെയാണ്? ഈ പറഞ്ഞ പഞ്ചായത്തുകളിലാണ്. അപ്പൊ എന്താണ് ജനാധിപത്യം എന്ന് ഇവിടെ പറയുന്നുണ്ട്. ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ലോകത്ത് പല തരത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ രാജഭരണം കാലങ്ങളായിട്ട് നമുക്കറിയാം, നമ്മളൊക്കെ പണ്ട് എന്തായിരുന്നു, രാജഭരണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ രാജാവ് പറയുന്നതാണ് നിയമം. രാജാവ് ഇപ്പം പകലാണെങ്കിലും രാജാവ് പറയാണ് ഇത് രാത്രിയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും രാത്രിയാണെന്ന്, ഇല്ലെങ്കിൽ തല എവിടെ കിടക്കും, തോട്ടി കിടക്കും. അങ്ങനെയാണ്. അപ്പം രാജഭരണമായിരുന്നു നമുക്കറിയാം. ഇപ്പം അതുപോലെ നമുക്ക് ഇന്നും രാജഭരണമുള്ള രാജ്യങ്ങളുണ്ട് നമുക്കറിയാം. അതുകൂടാതെ പട്ടാള ഭരണം ഉണ്ടല്ലേ, ചിലപ്പോൾ പട്ടാള അട്ടിമറി നടത്തി പട്ടാളം ഭരണം ഏറ്റെടുത്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഏകാധിപതികൾ, അതായത് ഇന്നത്തെ ആധുനിക രീതിയിലുള്ള ഭരണ സംവിധാനങ്ങൾ കുറേയൊക്കെ ഉണ്ട്, എന്നാൽ പോലും ഏകാധിപതികളാണ് ഭരണം നടത്തുന്നത്. അതായത് ജനാധിപത്യം എന്നുള്ള പേരുണ്ട്, എന്നാൽ ഏകാധിപത്യമുള്ള രാജ്യങ്ങളും ഒക്കെ പലതരത്തിലുള്ള ഭരണ സംവിധാനങ്ങളുണ്ട്. അതിലൊരു തരത്തിലുള്ള ഭരണ സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യം ഇത്രയധികം സംസാരിക്കപ്പെടുന്നതിന് കാരണം എന്താണ്? കാരണം യഥാർത്ഥത്തിൽ എന്താണ് ഒരു ഭരണം എന്ന് പറയുന്നത്, എങ്ങനെയാണോ വേണ്ടത്, അത് ജനാധിപത്യം. കാരണം എന്താണ്? ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഒന്നുകിൽ ജനങ്ങൾ നേരിട്ട്, അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടെ കൊടുക്കുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അതായത് എന്താ പറയുന്നത്, നമ്മുടെ നഗരങ്ങളിലെയും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലെയും ഏറ്റവും താഴത്തെ തട്ടിൽ ജനങ്ങൾക്ക് ഭരണം ലഭിക്കുന്ന തരത്തിലുള്ള നമ്മുടെ ഭരണ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. നമ്മൾ ഈ പഠനത്തിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വായിക്കുമ്പം. അതായത് ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു പാരൊക്കെ നമ്മൾ വായിക്കുന്നു. അത് വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മളോട് തന്നെ എന്ത് ചെയ്യണം, ചോദ്യം ചോദിക്കണം. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വായന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവും. അതല്ലെങ്കിലാണ് നമുക്ക് ഇങ്ങനെ മടുപ്പ് വരെ. അപ്പോൾ ഇവിടെ ഞാനിത് വായിച്ചു, ഇവിടെ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇപ്പം ഗ്രാമപ്രദേശങ്ങളിൽ എത്തരത്തിലുള്ളൊരു പഞ്ചായത്ത് സംവിധാനമാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം, ത്രിതല പഞ്ചായത്ത് ഘടനയാണ് ഉള്ളത് എന്ന് നമുക്ക് പറയാം. അപ്പം ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇതിൻ്റെ ഘടന എങ്ങനെയാണ് വരുന്നത്? ഏറ്റവും താഴത്ത് ഗ്രാമപഞ്ചായത്ത്, നടുവിൽ ബ്ലോക്ക് പഞ്ചായത്ത്, അതിൻ്റെ മേലെ ജില്ലാ പഞ്ചായത്ത്. അതുപോലെ നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ജനാധിപത്യത്തെ കുറിച്ചിട്ട് 2 കോട്ടുണ്ട്, അതാണ് പറയാൻ പോകുന്നത്. ആദ്യം എബ്രഹാം ലിങ്കൺ പറഞ്ഞിട്ടുള്ളൊരു കോട്ടാണ്. എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ജനാധിപത്യം എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ഇനി മഹാത്മാഗാന്ധി എന്താ പറഞ്ഞിരിക്കുന്നത്? ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം എങ്ങനെയുള്ളതാണ്? അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരമുണ്ടായിരിക്കണം. അങ്ങനെയുള്ളതാണ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ കൺസെപ്റ്റിലെ ജനാധിപത്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എവിടെയാണ് ഈ ഇനി
ഇനി എവിടെയാണ് ഈ ജനാധിപത്യം ഉദയം കൊണ്ടത് എന്ന് നമുക്ക് നോക്കാം. പുരാതന ഗ്രീസിലെ ഏഥൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് എന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാ പൊതുജനകാര്യം അതായത് എല്ലാ പൊതുകാര്യങ്ങളിലും എല്ലാവരെയും അഭിപ്രായമൊന്നും കൺസിഡർ ചെയ്യുന്ന രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നത് ആരാണ്? ഈ ഏഥൻസ് ആണ്. അപ്പം എവിടെയാണ് ജനാധിപത്യം ഉദയം കൊണ്ടത് എന്ന് ഞാൻ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എന്താ ഉത്തരം പറയുക? പുരാതന ഗ്രീസിലെ ഏഥൻസിലാണ് ജനാധിപത്യം ഉദയം കൊണ്ടത്. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു ഇന്ന് കാണുന്ന ജനാധിപത്യ രീതിക്ക് എന്താ പ്രത്യേകത? അതായത് ജനങ്ങൾക്ക് അത്രയധികം ഇൻവോൾവ്മെന്റ് ഉള്ള തരത്തിലാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതായത് പണ്ട് പോലെയല്ല. ഇന്ന് നമുക്ക് ഇപ്പം നമ്മുടെ രാജ്യം ഇന്ത്യ ഒരു ജനാധിപത്യ ഭരണ സംവിധാനം ഉള്ള ഒരു രാജ്യത്തിന് ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ പ്രധാനമന്ത്രിയെ വരെ നമുക്ക് വിമർശിക്കാം. എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ നരേന്ദ്രമോദി ഇവിടുത്തെ രാജാവായിരുന്നെങ്കിൽ ഇപ്പം പറയുന്ന പോലെ നമ്മൾ ട്രോളൊക്കെ ഇറക്കോ? ഇല്ല. നല്ല രസമായാണ് ഇറക്കിയെങ്കിൽ അല്ലേ. അപ്പം ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എന്ന് പറയുന്നത് എവിടെയാണ്? യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇംഗ്ലണ്ടിൽ നിന്നാണ്. അതായത് നമുക്കറിയാം വളരെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ 5 വർഷം കൂടുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജനപ്രതിനിധികളുടെ ഭരണം, അതുപോലെ പാർലമെന്റ്, ഈ സംവിധാനങ്ങളൊക്കെ രൂപം കൊണ്ടത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. നമ്മൾ കടമെടുത്ത ആശയങ്ങൾ, ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കാറുണ്ട്. പാർലമെന്ററി സംവിധാനം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്നാണ് എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ പുരാതന ഗ്രീസിലെ ഏഥൻസിലാണ് ആദ്യമായിട്ട് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം കൊണ്ടത്. നമ്മൾ ഇന്ന് കാണുന്ന തരത്തിൽ ആധുനിക തരത്തിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എവിടെയാണ്? യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ഇംഗ്ലണ്ടിലാണ്. ഇനി ആരാണ് ഈ ഡെമോക്രസി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹെറോഡോട്ടസ് ആണ്. ആരാണ്? പുരാതന ഗ്രീക്ക് ചരിത്രകാരനായിട്ടുള്ള ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഡെമോക്രസി ഇംഗ്ലീഷ് വേർഡാണ്. പക്ഷേ ഈ ഡെമോക്രസി എന്നുള്ള വേർഡ് വരുന്നത് ഗ്രീക്ക് പദങ്ങളായിട്ടുള്ള 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്നിട്ടാണ്. ഡെമോസും ക്രാറ്റോസും. ഡെമോസിന്റെ അർത്ഥം എന്താണ്? ഡെമോസ് എന്താണ്? ജനങ്ങൾ. ഡെമോസ് എന്താണ്? ജനങ്ങൾ. ക്രാറ്റോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അധികാരം എന്നാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്ന എന്തായിരിക്കും? ജനങ്ങളുടെ അധികാരം എന്നായിരിക്കും അല്ലെ. അപ്പം ഡെമോസ്, ക്രാറ്റോസ് എന്നീ 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്നിട്ടാണ് ഡെമോക്രസി എന്ന പദം ഉണ്ടാവുന്നത്. ഡെമോക്രസി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ഭരണം എന്നാണ്. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ആദ്യമായിട്ട് ജനാധിപത്യം എന്ന വാക്ക് ഉപയോഗിച്ചത് ആരാണ്? അത് ഹെറോഡോട്ടസ് ആണ്. ഇനി 2 തരത്തിലുള്ള ജനാധിപത്യമാണുള്ളത്. നമുക്ക് ഡയറക്റ്റ് ഡെമോക്രസിയും ഇൻഡയറക്റ്റ് ഡെമോക്രസിയും, അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം, അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം, അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യം എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ ജനാധിപത്യം 2 തരത്തിലാണുള്ളത്. ജനാധിപത്യം 2 തരത്തിലാണ്. ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ജനാധിപത്യം 2 തരത്തില്. എങ്ങനെയൊക്കെയാണ്? പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും. ഓക്കെ, ഈ പ്രത്യക്ഷ ജനാധിപത്യത്തിനെയാണ് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എന്ത്? ഡയറക്റ്റ് ഡെമോക്രസി. പ്രത്യക്ഷം, നേരിട്ട് അല്ലേ. അപ്പോൾ ഡെമോക്രസി. ഇനിയോ പരോക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ഡെമോക്രസി. ഇൻഡയറക്റ്റ് ആയിട്ടല്ലേ, പരോക്ഷം ഇൻഡയറക്റ്റ് ആയിട്ടാണ് അല്ലേ. ഇനി പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ മറ്റൊരു പേരാണ് പങ്കാളിത്ത ജനാധിപത്യം. എന്താണ്? പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ മറ്റൊരു പേരാണ് പങ്കാളിത്ത ജനാധിപത്യം. ഡയറക്റ്റ് ആയിട്ടല്ലേ, അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇടപെടുന്നുണ്ടാവില്ലേ, അപ്പൊ പങ്കാളിത്ത ജനാധിപത്യം. പങ്കാളിത്ത ജനാധിപത്യം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി. ഇനി പരോക്ഷ ജനാധിപത്യത്തിന്റെ മറ്റൊരു പേരാണെന്ത്? പ്രാതിനിധ്യ ജനാധിപത്യം, അല്ലെങ്കിൽ നമുക്ക് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് പങ്കാളിത്ത ജനാധിപത്യം? ആ പേര് തന്നെയുണ്ട്. അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്താണ്? പേര് തന്നെയുണ്ട്. ജനങ്ങൾക്ക് നേരിട്ട് ഇടപെടാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അതിന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ
പ്രത്യക്ഷ ജനാധിപത്യം സിമ്പിളാണ്, ജനങ്ങൾക്ക് നേരിട്ട് ഭരണത്തിൽ എന്തൊക്കെയൊക്കെയോ പങ്കാളിത്തം കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് എത്തരത്തിലുള്ള രാജ്യങ്ങളിലാണ് നടപ്പാവുന്നത്? താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധിക്കുന്നത്. പ്രത്യക്ഷ ജനാധിപത്യം ഉള്ള ഒരു രാജ്യത്തിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ്, ഒന്ന് നമുക്ക് ഗ്രീസ് പറയാൻ പറ്റും, അതല്ലാതെ പറയാൻ പറ്റുന്നുണ്ട്, എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ് സ്വിറ്റ്സർലൻഡ്. ജനാധിപത്യം എന്നുള്ളൊരു ടോപ്പിക്ക് ഞാൻ പിന്നീട്, കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ജനറൽ PSC പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും വലുതായിട്ട് ആവശ്യമില്ല, HSA ഒക്കെ ഉള്ളവർക്കാണ്. അപ്പോൾ അവർക്ക് ഞാൻ വേണ്ടിയിട്ട് പിന്നെ എടുത്തു വരാം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ആ സമയത്ത് പറഞ്ഞുതരാം. അപ്പം പങ്കാളിത്ത ജനാധിപത്യം നമുക്ക് മനസ്സിലായി, ജനങ്ങൾ നേരിട്ട് ഇടപെടുന്നു. അപ്പോൾ പങ്കാളിത്ത ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്തിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്വിറ്റ്സർലൻഡ് എന്ന് പറയാം. ഇപ്പം ഗ്രാമസഭ പ്രത്യക്ഷ ജനാധിപത്യത്തിന് പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ഇന്ത്യയിൽ പ്രത്യക്ഷ ജനാധിപത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അല്ല. കാരണം ഒന്ന് നോക്കിക്കേ, താരതമ്യേന നമ്മുടെ ജനസംഖ്യക്ക് കുറഞ്ഞ, അതുപോലെ ഭൂസ്ഥിതി കുറഞ്ഞ പ്രദേശങ്ങളിലാണ് ഈ പറഞ്ഞ പ്രത്യക്ഷ ജനാധിപത്യം നടപ്പാക്കാൻ കൂടുതൽ സൗകര്യം എന്ന് നമ്മൾ കണ്ടു. ഇന്ത്യ താരതമ്യേന ഭൂവിസ്ഥിതി കുറഞ്ഞ ഒരു രാജ്യമാണോ? അല്ല, വലിയ രാജ്യമാണ് ഇന്ത്യ. ഇനി ജനങ്ങളുടെ കാര്യം, ജനസംഖ്യ നമുക്ക് കുറവാണോ? അല്ല, ഒരുപാട് ജനസംഖ്യ ഉണ്ട്. അതും പോരാഞ്ഞ് അത്രയും 900 മതം, 900 ഭാഷ അല്ലേ, അങ്ങനെ ഭയങ്കര അത്രയും വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ്. നമ്മളെപ്പോലുള്ളൊക്കെ ഒരു രാജ്യത്ത് എന്ന് പറയുന്നത് നമുക്ക് പ്രത്യക്ഷ ജനാധിപത്യം കൊണ്ടുവരിക അല്ലെങ്കിൽ സാധ്യമാക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിവിടെ പരോക്ഷ ജനാധിപത്യമാണുള്ളത്, ഞാൻ പറയാം. പക്ഷെ എന്നാൽ നമ്മുടെ ഏറ്റവും താഴത്തെ തട്ടിലുള്ള ഗ്രാമസഭകളിൽ എന്തുണ്ട്? നമുക്ക് പ്രത്യക്ഷ ജനാധിപത്യം കിട്ടുന്നുണ്ട്. എങ്ങനെയാണ്? എന്താണ് ഗ്രാമസഭ എന്ന് കൂടെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളെയാണ് നമ്മൾ ഗ്രാമസഭകൾ എന്ന് പറയുന്നത്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും എവിടെ അംഗങ്ങളാണ്? ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇതിനെ വാർഡ് സഭകൾ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പം നമ്മൾ കുറച്ചും കൂടെ ഗ്രാമസഭകളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാറുള്ളൂ? ഈ ഒരു പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകാറുള്ളൂ. നമ്മളൊക്കെ ഗ്രാമസഭകളിൽ ഇന്ന് വരെ ചിലപ്പം ചെയ്തിട്ടുണ്ടാവില്ല, പങ്കെടുത്തിട്ടുണ്ടാവില്ല, അതെപ്പോൾ നടക്കുന്നതെന്ന് പോലും നമ്മൾ അറിയാറുമില്ല അല്ലേ. ഇനി എന്താണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്നുള്ളത് നമുക്ക് നോക്കാം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ജനങ്ങൾ നേരിട്ട് പോയിട്ട് എന്ത് ചെയ്യുന്നില്ല? ഇടപെടുന്നില്ല. പകരം ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് ഭരണം നടത്തുന്നത്. നമ്മുടെ ഇന്ത്യയിലെ കാര്യം നോക്കിക്കേ. ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരള നിയമസഭ നോക്കുക. അവിടെ നമ്മളെല്ലാവരും കൂടെ അവിടെ കയറി ഇരിക്കുന്നുണ്ടോ? നമ്മളാണോ അവിടെ നിയമസഭയിൽ കയറിയിരിക്കുന്നത്? നമ്മളാണോ അവിടെ ഏത് നിയമം നിർമ്മിക്കണം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഏത് തീരുമാനം എടുക്കണം എന്ന് പറയുന്നത് നമ്മളാണോ? അല്ല. പകരം നമ്മൾ നമ്മൾ ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണോ ആ നിയോജക മണ്ഡലത്തിൽ നമ്മൾ ഒരാളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാവരും കൂടി. ചിലപ്പോൾ നമുക്ക് താല്പര്യം, നമ്മൾ വേറെ സ്ഥാനാർത്ഥിക്കും വോട്ട് കുത്തിയത്, പക്ഷേ നമ്മുടെ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുള്ള ആളാണ്, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളായിരിക്കുമല്ലോ ജയിക്കുക മണ്ഡലത്തിൽ. ആ ആളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? MLA എന്ന് വിളിക്കുന്നത്. അയാളാണ് ഇവിടെ പോയിരിക്കുന്നത്, നമുക്ക് വേണ്ടി നിയമസഭയിൽ പോയിരിക്കുന്നത്. അപ്പം MLA എന്ന് പറയുന്നത് നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളല്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ടെക്നിക്കലി പോസിബിൾ അല്ല നമുക്ക് എല്ലാവർക്കും കൂടെ പോയി അവിടെ ഇരിക്കാൻ. അതിന് പകരം നമ്മളെ പ്രതിനിധീകരിക്കുന്ന ഒരാളെ തെരഞ്ഞെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ നിയമസഭയിൽ കൊണ്ട് ഇട്ടിരിക്കുന്നു. ഇവരെന്ത് ചെയ്യണം? നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം അല്ലേ. അപ്പം അതാണ് പരോക്ഷ ജനാധിപത്യം. ഇപ്പം നമ്മൾ ലോകസഭ നോക്കുകയാണെങ്കിലും രാജ്യസഭ നോക്കുകയാണെങ്കിലൊക്കെ ഇത്തരത്തിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ് ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നത്? നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. ഇന്ത്യ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ എന്താണ് അനുയോജ്യം? പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. നിയമസഭയിൽ നമുക്ക് നേരിട്ട് പങ്കെടുക്കാൻ പറ്റുമോ? ഇല്ല. നിയമസഭയിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയെ നമ്മൾ വിളിക്കും MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന്. അപ്പോൾ കേരള നിയമസഭയെ കുറിച്ചിട്ട് ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ്, അതായത് കേരളത്തിൻ്റെ നിയമം നിർമ്മിക്കുന്ന സഭയാണ് കേരള നിയമസഭ എന്ന് പറയുന്നത്. എവിടെയാണ് ഇതിൻ്റെ ആസ്ഥാനം? തിരുവനന്തപുരമാണ് ആസ്ഥാനം. ഇനി എങ്ങനെയാണ് ഇത് രൂപീകൃതമായത് എന്നാണ് പറയുന്നത്. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ
എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് എപ്പോഴാണ്? 1957 ഏപ്രിൽ 27. എല്ലാ വർഷവും ഏപ്രിൽ 27 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നത്? നിയമസഭാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ 1904 എന്ത് ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമാകുന്നത്. 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ അല്ലെ. 1904 ഏതാണ്? ശ്രീമൂലം പ്രജാസഭ. 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ. 1888 എന്താണ്? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇതൊക്കെ എന്താണ്? കേരള നിയമനിർമ്മാണ സഭയുടെ മുൻഗാമികളായിട്ട് നമുക്ക് കണക്കാക്കാം. ഇതൊക്കെയാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? പിന്നീടാണ് നമ്മുടെ കേരള നിയമസഭ രൂപീകൃതമാകുന്നത്. ഇതിൻ്റെ വഴികാട്ടികളായിട്ട് നമുക്ക് കണക്കാക്കാം. ഏപ്രിൽ 27 ഓർത്ത് വെച്ചോ. എന്ത് ദിന? നമ്മുടെ ബർത്ത്ഡേ ആണോ? അല്ല, നിയമസഭാ ദിനമാണ്. ഇനി ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. നമ്മുടെ കാര്യപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരികയാണ്. ഇനി കുറച്ചേ ഉള്ളൂ പറയാൻ. ഒന്ന്, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. അത് നമ്മൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പിന്നെ എന്ത് ജനാധിപത്യം? അതന്നെ, ജനങ്ങൾക്കാണ് പ്രാധാന്യം. ഇനി സ്വതന്ത്രവും നീതിപൂർണവുമായ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. തെരഞ്ഞെടുപ്പ് നടക്കണ്ടേ? എല്ലാവരും ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം തെരഞ്ഞെടുത്ത MLA ആണ്, അയാൾ മരിക്കുന്നു. അയാൾ കുറേ കാലം MLA ആയിട്ടിരിക്കുന്നു, അയാൾ മരിക്കുന്നു, എന്നിട്ട് അയാളുടെ മകനാണ് അടുത്ത MLA ആവുന്നതെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യം അല്ലേ? അപ്പം നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ വേണം. അപ്പം അതും കൃത്യമായിട്ടുള്ള കാലയളവിൽ തെരഞ്ഞെടുപ്പ് വേണം. അങ്ങനെയെങ്കിലല്ലേ ജനാധിപത്യത്തിന് ആ ഒരു അർത്ഥം വരുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ്. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. ഇപ്പൊ ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റത്തിലെ ഷാഡോ ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? പ്രതിപക്ഷമാണ്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റത്തിൽ ഷാഡോ ക്യാബിനറ്റിന്റെ ഷാഡോ നിഴൽ എന്നറിയപ്പെടുന്നത് പ്രതിപക്ഷമാണ്. കാരണം അത്രയും പ്രതിപക്ഷത്തിന് പ്രാധാന്യമുണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഇപ്പം എന്തൊരു കാര്യത്തിനും ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നു പോകണം എന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും വിമർശിക്കാൻ ആൾക്കാരുണ്ടാവണം. ഒരു സ്ഥാപനം നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു അധികാരി ഉണ്ട് എന്ന് വിചാരിക്കുക. അയാൾ ഭയങ്കര ഏകാധിപതിനെ പോലെ പെരുമാറുകയാണ്. എല്ലാവരും അയാൾ പറയുന്നതിന് ഓ തമ്പ്ര എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? അവിടെ സ്വജനപക്ഷപാതവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അവിടെ യാതൊരു തരത്തിലുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും എന്താണ്? അതേ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് അവർ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് പറയുന്നതും അല്ലെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും കൂടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോഴേ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും എന്ത് ചെയ്യുള്ളൂ? നന്നായിട്ട് പോകുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യവും. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? ഭരണത്തിലോട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ആൾക്കാരാണ് വോട്ട് കിട്ടുക. അതിൻ്റെ തൊട്ട് താഴെ വോട്ട് കിട്ടിയ ആൾക്കാരുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ കക്ഷിയുടെ നേതാവ് പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയുണ്ട്. അപ്പം ഇവരെന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഭരണത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് എന്നൊക്കെയുള്ള ചൂണ്ടിക്കാണിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഈ പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യം കൃത്യമായിട്ടുള്ള രീതിയിൽ സാധ്യമാവുള്ളൂ. അപ്പോൾ പ്രതിപക്ഷത്തിന് ജനാധിപത്യത്തിൽ അത്രയധികം സ്വാധീനമുണ്ട്. ഇനി നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. ഈ റൂൾ ഓഫ് ലോ എന്നുള്ള ആശയം നമ്മൾ കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ്. എന്താണ് ഈ റൂൾ ഓഫ് ലോ എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നിയമം ഇതിൻ്റെ താഴെയാണ് എല്ലാവരും. അതിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എല്ലാവരും എന്ത് ചെയ്യും? ഈ വരൻ്റെ താഴത്ത് വരും. അല്ലാതെ നരേന്ദ്രമോദി ഇവിടെ ഇരിക്കുന്നു, നമ്മളെല്ലാവരും താഴത്ത്, അങ്ങനെയല്ല. അപ്പം നിയമത്തിന് എന്താണ്? കീഴെയാണ് നമ്മളെല്ലാവരും. അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഭരിക്കുന്നതിനും ഭരിക്കപ്പെടുന്നതിനും ഒക്കെ എന്താണ്? തുല്യരാണ്. പിന്നെ കുറച്ചൊരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. പ്രസിഡന്റിൻ്റെയും ഗവർണറിൻ്റെയും ഡിപ്ലോമാറ്റ്സിൻ്റെ ഒക്കെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അത് പിന്നീട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറഞ്ഞ് തരുമ്പോൾ പറയാം കേട്ടോ. അവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഇനി ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. നമ്മൾ ഒരു ജനാധിപത്യത്തിൻ്റെ നാലാം തൂണ് അല്ലെങ്കിൽ നെടുന്തൂണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്ത്? വാർത്താ മാധ്യമങ്ങൾ. നമ്മളൊക്കെ പല കാര്യങ്ങളും അറിയും. നമ്മുടെ അഭിപ്രായം നമ്മളെപ്പോഴും പങ്കുവെക്കുന്ന എപ്പോഴാണ്? വാർത്താ മാധ്യമങ്ങളിലൂടെയാണ്. നമ്മൾ ഈ ഭരണപക്ഷത്തെ അല്ലെങ്കിൽ ഗവൺമെൻറ് എടുക്കുന്ന പല തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് എന്താണ്? വാർത്താ മാധ്യമങ്ങളിലൂടെയാണ്. അതുപോലെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചിട്ട് അത് ഈ ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് പലപ്പോഴും എത്തിക്കുന്ന ആര് തന്നെയാണ്? വാർത്താ മാധ്യമങ്ങൾ തന്നെയാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ വേണം
വേണമല്ലേ. ഇവിടെ അനീതി നടക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് നീതി ലഭ്യമാവാനും ഒരു സംവിധാനം വേണം. അതാണ് എന്തെന്ന് പറയുന്നത്, നീതിന്യായ വ്യവസ്ഥ. അത് വെറുതെ ഭരണപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതല്ല, പകരം എന്താണ്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ. ഇനി നമ്മൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞിട്ട്. യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ, ശ്രദ്ധിക്കുക ഇവിടെ, നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോൾ 18 വയസ്സാണ്. അപ്പം ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ ആൻസർ പറയണം. നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ എന്ന് പറയുമ്പോൾ എന്നാ, 1950 ജനുവരി 26. ആ സമയത്ത് നമുക്ക് പ്രായപൂർത്തി വോട്ടവകാശം ഉണ്ടായിരുന്നു നമ്മുടെ ഭരണഘടനയിൽ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറ. ഇല്ല എന്ന് പറയരുത്. ഈ ചോദ്യം ഞാൻ ഒരുപാട് ചോദിച്ച സമയത്ത് ഇല്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടായിരുന്നു. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന ആ സമയത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു. ആകെ വ്യത്യാസം ഇത് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നമ്മുടെ വോട്ടിംഗ് പ്രായം 18 വയസ്സായിരുന്നു. 1989 61 ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റുന്നതെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ 1989 വരെ എന്തായിരുന്നു, നമുക്ക് 18 വയസ്സായിരുന്നു വോട്ടിംഗ് പ്രായം, 21 വയസ്സായിരുന്നു. 89 മുതലാണ് എന്തായിട്ടുള്ളത്, അത് 21 മാറിയിട്ടുള്ളത്. തെറ്റില്ലേ? റിപ്പീറ്റ്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, 1989 വരെ നമ്മുടെ വോട്ടിംഗ് പ്രായം എന്തായിരുന്നു, 21 വയസ്സായിരുന്നു. അതായത് 21 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ 1989 ശേഷം എന്തായിട്ട് മാറി, അത് 18 വയസ്സായിട്ട് മാറി. ഇനി തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളാണ് ഇത്. ചിലപ്പം ഇങ്ങനെ ഒരു 4-5 ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ 4-5 എണ്ണം എടുത്തിട്ട് അത് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കണം. ആദ്യത്തെ ഡ്യൂട്ടി എന്താണ്, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം, നിയമിക്കണം. നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. തിരഞ്ഞെടുപ്പ് നടത്താൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തില്ല, വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം ഇല്ല. പിന്നെ എന്താ ചെയ്യുന്നത്, 5-5 വർഷം കൂടുമ്പോഴല്ലേ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ആ സമയത്ത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പണ്ടൊരു എക്സാമിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ളതാണ്. SCRT ടെക്സ്റ്റ് ബുക്കിലെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ്, തെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തില്ല, ഒരു വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം ഇല്ല. അപ്പം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കണം. അത് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. ഇനി എന്ത് ചെയ്യണം, ഈ മത്സരിക്കുന്നവർക്ക് പോയിട്ട് എന്ത് ചെയ്യണം, നാമനിർദ്ദേശ, നമ്മുടെ സ്കൂളിലൊക്കെ ലീഡർ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്തുണ്ടാവും, നാമനിർദ്ദേശ പത്രിക പോയിട്ട് സമർപ്പിക്കണം. ഇനി പത്രിക സൂക്ഷ്മ പരിശോധന നടത്തും. ഇവർ പറഞ്ഞ എന്തെങ്കിലും കള്ളത്തരമുണ്ടോ, എന്തെങ്കിലും ഉടായ്പ് അടിച്ചിറക്കിയിട്ടുണ്ടോ എന്ന് നോക്കും. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് ചില സമയത്ത് സ്ഥാനാർത്ഥികളുടെ ഈ സ്വത്ത് അസറ്റിൻ്റെ കാര്യത്തിലൊക്കെ എന്ന് പറയുന്നത് ചില സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ സൂക്ഷ്മ പരിശോധന സമയത്താണ് എന്ത് ചെയ്യാറുള്ളത്, പുറത്ത് വരാറുള്ളത്. ഈ നാമനിർദ്ദേശ പത്രിക, ഒരാൾക്ക് ഇനി മത്സരിക്കേണ്ട, ഞാനില്ല എന്ന് പറയാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ പറ്റും. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം, അത് കഴിഞ്ഞിട്ട് വോട്ടെടുപ്പ് നടക്കും. പിന്നെ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും, പിന്നെ എന്ത് ചെയ്യുന്നു, അധികാരത്തിലോട്ട് എത്തുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, പത്രിക സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രചാരണം, അതുപോലെ തന്നെ വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇനി എന്തിനാണ് തെരഞ്ഞെടുപ്പ്, അത് നമുക്ക് മനസ്സിലായതാണ്, എന്നാലും നമുക്കൊന്ന് പറയാം. ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇതിന് വേറെ കുറച്ച് ധർമ്മങ്ങളും കൂടിയുണ്ട്. എന്താണ്, ഗവൺമെൻറ്റുകൾ രൂപീകരിക്കണമെങ്കിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് നടക്കണം. എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നുണ്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷെ കെട്ടിവെക്കാൻ നമ്മുടെ അടുത്ത് പൈസ വേണം, അല്ലേ? ഭരണകർത്താക്കളെ വളർത്തി എടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ ആളെ തെരഞ്ഞെടുക്കുന്നു, 5 വർഷം നമ്മൾ എങ്ങനെയൊക്കെയോ സഹിക്കുന്നു, ഒരു നിവൃത്തിയില്ല നമുക്ക്. 5-ാമത്തെ വർഷം നമ്മൾ എന്ത് ചെയ്യും, മാറ്റിക്കുത്തും, അല്ലേ? അപ്പോൾ വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഇനി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് 9ാം ക്ലാസ്സിലെ പാർട്ട് 2 പറയുന്നുണ്ട്. അത് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ കുറച്ച് ബേസിക് കാര്യങ്ങളെ പറയുന്നു.
പറയുന്നുള്ളൂ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി. എന്താ പറയുന്നത്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർണവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് ചുമതല. നമുക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അപ്പോൾ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് മാത്രമേ നടത്തുന്നുള്ളൂ. അതാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഇത് മാത്രമേ ആര് നടത്തുന്നുള്ളൂ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നുള്ളൂ. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളും ആരാണ് നടത്തുന്നത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത്. അപ്പോൾ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പുകളിൽ പെടാത്തത് ഏത്, പെടുന്നത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് തരുമ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. കാരണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പും നടത്തുന്നത്. ഏതൊഴിച്ച്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഒഴിച്ചിട്ട്. അതായത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പാർലമെന്റ് എന്ന് പറയുമ്പോൾ ലോകസഭ, രാജ്യസഭ, പിന്നെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത്. ഇനി 3 അംഗങ്ങളുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമുക്ക് ഉള്ളത്. അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരുമാണ് ഉള്ളത്. അപ്പോൾ അതായത് നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായിട്ട് എണ്ണമൊന്നും പറയുന്നൊന്നുമില്ല. ഇതെന്ന് പറയുന്നത് പണ്ട് നമ്മുടെ ഭരണഘടന എഴുതി ഉണ്ടാക്കി അത് കഴിഞ്ഞ് നമുക്ക് ആദ്യത്തെ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് എന്താണ്, ആദ്യത്തെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുടെ ഏകാംഗ കമ്മീഷൻ ഒരൊറ്റ ഒരാളേ ഉള്ളൂ. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് 2 ആൾക്കാരെ കൂടെയൊക്കെ ആഡ് ചെയ്യുന്നത്. ഈ കഥകൾ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കഥകളൊക്കെ നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കുന്ന സമയത്ത് പറയാം. അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇവരെല്ലാവരെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് 2 കമ്മീഷണർമാരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ചെയ്യുന്ന മെയിൻ കാര്യമാണ് അല്ലേ ഈ നിയമിക്കുക എന്നുള്ള കാര്യം. ഇനി ഇവിടെ ഒന്നും പറയാത്തൊരു കാര്യം നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കണ്ടുപിടിക്കാം. എന്താണ്? ഇതാ കണ്ടോ, എന്താ അതിന്ന് മനസ്സിലാവുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം പലതവണ ചോദിച്ചിട്ടുള്ളത് എവിടെയാണ്? നിർവാചൻ സദനാണ്. അത് നമുക്കിവിടെ ഫോട്ടോന്ന് കിട്ടും. അപ്പോൾ ടെക്സ്റ്റൊക്കെ വായിക്കുമ്പോൾ ആ ചിത്രമൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ശരിക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. 5ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്, എന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രസമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് കൺസേണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്തെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടോപ്പിക് എടുക്കുന്ന സമയത്തൊക്കെ കൺസിഡർ ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇതേ പേരിൽ തന്നെ ഒരു ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാം ചാനലിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF-കളൊക്കെയാണ് ഷെയർ ചെയ്യാറുള്ളത്. അതോടൊപ്പം ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിതിന് മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്. 5 മുതൽ 10 വരെയുള്ള SCERT ചാപ്റ്റേഴ്സ് നമ്മൾ ഇപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ ഇതിപ്പോൾ 15ാമത്തെ ദിവസമായി. നമ്മൾ ഓരോ ദിവസവും പഠിക്കാനുള്ള ചാപ്റ്റർ തരും. അതായിട്ട് പിറ്റേ ദിവസം പോൾ എക്സാംസ് ഉണ്ടാവും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 15ാമത്തെ ദിവസമായി. അപ്പോൾ നിങ്ങൾക്ക് പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതുപോലത്തെ PDF ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ വന്ന് നോക്കുക. നിങ്ങൾക്ക് വേണ്ട PDF ഒക്കെ എടുക്കുക, പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പം താങ്ക് യു.